നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനകോടികൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ പടച്ചവനെ ഒരു നശിച്ചവൻ വരികയാ, ഒരു വൃത്തികെട്ടവൻ വരികയാ. അവന്റെ നാവുണ്ടല്ലോ, രണ്ട് നാവുകളാ. അവന്റെ നാവുകൾ ഇങ്ങനെ വലിച്ചു കീറിയിട്ടുണ്ട്. അവന് രണ്ട് നാവാണുള്ളത്. തീയാലുള്ള നാവാ. തീയാലുള്ള നാവുമായി പിടിച്ച് അട്ടഹസിച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാവൊന്ന് ചിന്തിച്ചു നോക്കടാ പൊന്നുമോര്. ഉമ്മ അടുക്കളയിൽ നിന്ന് നിനക്ക് ചായ വെച്ചുകൊണ്ട് തരുമല്ലോ. ആ ചായ കൊണ്ടുവരുമ്പോ ആ ചായയിൽ നിന്നൊരൽപ്പമെങ്ങാണം നിന്റെ ശരീരത്ത് വീണാൽ ആ ഗ്ലാസ്സിൽ നീ ഒന്ന് പിടിച്ചാ നിന്റെ കൈവെള്ളമല്ലോ. അടുപ്പിൽ പടച്ചവനെ അതാ ചോറ് വെക്കുകയാണ്, കറി വെക്കുകയാണ്. അതിന്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങാണമെന്ന് കൈകൊണ്ടൊന്ന് നീക്കുമ്പോ അടുക്കളയിൽ നിന്ന് വിളിച്ചു പോകുന്ന ഉമ്മ. എങ്കിൽ നാളെ പടച്ചറപ്പേ ഈ ദുനിയാവിലെ തീയക്കാല് 70 ഇരട്ടി പവറുള്ള നരകത്തിന്റെ തീയാലുള്ള നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വെന്തുരുകുകയാണ്. മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും പടച്ചവരെ വെന്തുരുകുന്ന രീതിയില് പുഴുത്തു നാറി നാളെ പടച്ചറപ്പിന്റെ കോടതിയില് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ കാണുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പറയും, പടച്ചവനെ വല്ലാത്ത സ്നേഹപ്രകടനങ്ങളാണ്. പടച്ചവനെ കാണുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലാത്ത അഭിനയമാണ്. വലിയ സ്നേഹമുള്ളവനെ പോലെ, വലിയ ഈമാനുള്ളവനെ പോലെ, ആത്മാർത്ഥതയുള്ളവനെ പോലെ കാണുമ്പോ പടച്ചവനെ വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാ ഈ പറഞ്ഞതിന്റെ നേരെ എതിരാ. അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. എന്നിട്ട് പടച്ചവനെ ഇടയിൽ കടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടല്ലോ. കുടുംബങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ, സ്നേഹബന്ധങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരെ രണ്ട് തട്ടിലാക്കുന്നവരുണ്ടല്ലോ. രണ്ട് മുഖമുള്ളവർ പടച്ചവനെ പലപത അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില ആൾക്കാരുണ്ട്, എന്നിട്ട് കാണുമ്പോ പറയും, എന്റെ പൊന്നാര അബൂബക്കർ ഹാജിയാരെ, നിങ്ങൾ ആരാ പടച്ചവനെ, നിങ്ങൾ വലിയ ഹാജിയാരല്ലേ, നല്ല മനുഷ്യനല്ലേ, പള്ളിക്ക് കൊടുത്തില്ലേ, മദ്രസയ്ക്ക് കൊടുത്തില്ലേ. അല്ലാഹുവേ പടച്ചവനെ. അങ്ങോട്ട് മാറിയിട്ട് പറയും, മുതുകള്ളൻ, 5 പൈസ കൊടുക്കത്തില്ല, ഇവനെക്കാലും നക്കിയുണ്ടോ, ഇവ എന്തിനാ ഹജ്ജിന് പോയെ, പടച്ചവനെ ഇവന് ചത്താ മതിയായിരുന്നു. രണ്ട് മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, ഇടയ്ക്ക് പടക്കം കത്തിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. നാളെ പടച്ചറപ്പ് കൊണ്ടുവരൂടാ ചങ്ങാതി പരലോകത്ത്. യശനിയും പരദൂഷണവും ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് സുഖിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒന്നാലോചിച്ചു നോക്ക്, നീ നാളെ എങ്ങനെ വരും അല്ലാഹുവിന്റെ കോടതിയിൽ? അതിന്റെ ഭവിഷ്യത്ത് നീ ചിന്തിക്കുന്നില്ല. എത്ര കുടുംബങ്ങൾ നീ കാരണം തകർന്നുപോയി. ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോയി, കൂടപ്പുറപ്പുകൾ തമ്മിൽ അകന്നുപോയി, ഏറ്റവും നല്ല കൂട്ടുകാർ തമ്മിൽ പരസ്പരം നീ അടിച്ചു പിരിപ്പിച്ചു. എന്നിട്ടൊരു സുഖം, ഒരാനന്ദം. രണ്ടെണ്ണത്തിനെയും 2 തട്ടിലാക്കിയപ്പോ ഒരു സുഖം. ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ. ചില അമ്മായി അമ്മമാർ അങ്ങനെയുണ്ട്, ചില ഉമ്മമാര് അങ്ങനെയുണ്ട്. സ്വന്തം മോന്റെ ജീവിതം തകർത്തിട്ട് അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ടിരിക്കണ ഉമ്മമാരും ഉണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മമാര് തന്നെ സ്വന്തം മകന്റെ ജീവിതം തകർക്കും. പെണ്ണുമ്പിള്ളയുടെ നിന്റെ ഭാര്യ അവൾ അങ്ങനെ, പടച്ചവൻ അവൾ ഇങ്ങനെ, മറ്റേതാ മറിച്ചേതാ. എന്നിട്ട് മരുമോളെടുത്ത് പറയും, അല്ലാ മോളെ, പൊന്നുമോളെ, നീ എന്റെ മോളല്ലേ, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. വലിയ സ്നേഹപ്രകടനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 സ്വഭാവമുള്ളവർ അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ 2 നരകത്തിന്റെ നാവുകളുമായിട്ട് അല്ലാഹുവിന്റെ കോടതി വരും. മുഖത്തൊന്നും മാംസമുണ്ടാകില്ല. പുഴുത്ത് നാറിയവനെ പോലെ നാളെ പടച്ചറബിന്റെ കോടതിയിൽ അല്ലാഹു കാക്കുമാറാകട്ടെ. യേശനയും പരദൂഷണവും അസൂയയും, ഒരാൾ നന്നാകുന്നത് മറ്റൊരുത്തനെ കണ്ടുകൂടാ, എന്തെല്ലാം പറഞ്ഞു പരത്തും. എടാ, നിനക്ക് അവനെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ഇബ്നു ആദം ലിമ തഹ്സുദു അഖാക, എന്തിനാണ് നീ അസൂയ വെക്കണേ? അള്ളാഹു ഒരുത്തന് പണം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു സൗന്ദര്യം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു പ്രഭാഷകനാക്കി, ഒരുത്തൻ അള്ളാഹു ആലിമാക്കി, ഒരുത്തൻ അള്ളാഹു വലിയ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി. നീ എന്തിനാടാ അസൂയ വെക്കുന്നേ? നീ എന്തിനാ അസൂയ വെക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു അവനെ അനുഗ്രഹിച്ച ഒരു വ്യക്തി, അള്ളാഹു അനുഗ്രഹിച്ചവനെ നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഒരുത്തൻ അള്ളാഹു സമ്പത്ത് കൊടുത്തെങ്കിൽ അള്ളാഹുവിനെ അനുഗ്രഹിച്ചതല്ലേ സമ്പത്ത് കൊടുത്ത്, നീ എന്തിനാ അസൂയ വെക്കുന്നത്? അള്ളാഹ് നീ ചെയ്തത് ശരിയായില്ല, അള്ളാഹ് അതല്ലേ അതിനർത്ഥം. ഒരുത്തൻ അങ്ങനെയാണല്ലോ ചില ആൾക്കാര്. നമ്മുടെ കേരളത്തില് ഒരു കഥ പറയാറുണ്ട്. ഒരാൾ നോക്കുമ്പോ ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ, ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ. ഈ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട്, അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ മനുഷ്യൻ അള്ളാഹുവിനോട്, ഇവനാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ, ഒന്നും ഇല്ലാത്തവൻ, പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നവൻ, ഏറ്റവും ദരിദ്രനാ. ഈ ദരിദ്രൻ ഈ പണക്കാരനെ നോക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ആ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേ അള്ളാഹ്. അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എല്ലാത്തിനും കൊടുക്കും. ഈ അബൂബക്കർ ഹാജിയെ നോക്കിയിട്ട് ഒരുത്തം പറയുക, അള്ളാഹുവെ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ല. എപ്പോഴും ദുആ. പക്ഷെ ഇവനാവുന്നില്ല. ഇവൻ എത്ര ദുആ ചെയ്തിട്ടും അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാകുന്നില്ല. അപ്പൊ ഓൻ അള്ളാഹിനോട് പറയാ, ഞാൻ കുറെ കാലം കൊണ്ട് അള്ളാഹുവെ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. വിഷമോ ഇല്ല അള്ളാഹ്, എങ്കിൽ എന്നെ പോലെയെങ്കിലും അബൂബക്കർ ഹാജി ആക്കണേ തമ്പുരാനെ, നേരെ തിരിച്ച് പിച്ചക്കാരനാക്കണേ. ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മളും അങ്ങനല്ലേ. ഓനെ എന്നെ പോലെയെങ്കിലും ആക്കി തമ്പുരാനെ, പറച്ചിന് ഓനെ ഒന്ന് എത്തീങ്കാനയിലാക്കി അല്ലാഹ്. എന്തൊരു സന്തോഷല്ലേ ഓൻ എത്തീങ്കാനയിലായി കാണാൻ. എടാ പൊന്നാര ചങ്ങാതിമാരെ, അസൂയ. ആമിനായിക്ക് 2 നില വീട്, ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാ കിടക്കണേ. പടച്ചവനെ അല്ലേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അസൂയ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം തീ വിറക് തിന്നുന്നതിന് പോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അത് തിന്നുകളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തടിയും തഴമ്പും നിസ്കാരമൊക്കെ ഉള്ളവരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പള്ളി വരും നമസ്കരിക്കാൻ വേച്ച് നടന്നു വരുന്ന വാപ്പ സങ്കടം തോന്നും, ചുമച്ച് നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് പള്ളി വരും, നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയുടെ പടിയിൽ പോയിരുന്നിട്ട് ഖതീബിന്റെ ഇറച്ചി തിന്നും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വാപ്പ പള്ളി വരുന്നുണ്ട, സങ്കടം തോന്നും. വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക് പള്ളി വന്നിരിക്കും ചില വാപ്പമാർ. ചില ഉപ്പമാര് പള്ളി 11 മണിക്ക് വന്നു. അള്ളാഹു ഒട്ടകത്തറുത്ത പ്രതിഫലം കിട്ടാൻ വരുന്നയാ. അവസാനം ഇറങ്ങിപ്പോകുമ്പോ നരകത്തിയിലെ വിറകും മേടിച്ചിട്ടാ പോണേ. ഇത്രയും നേരത്തെ വന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തതിന്റെ സൽക്കർമ്മം നാട്ടുകാർക്ക് വിളമ്പിക്കൊടുക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. കള്ളു കുടിച്ച അള്ളാഹ് പുറത്തു തരൂല്ലേ? പുറത്തു തരുവോ? പുറത്തു തരുവോ? കള്ളു കുടിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. വ്യഭിചരിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. പലിശ തിന്നവൻ അള്ളാഹു പുറത്തു കൊടുക്കും. എന്തിന്? എടാ, ശിർക്ക് ചെയ്തവന് പോലും അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ അള്ളാഹ് പൊറുക്കാത്ത ഒരു പാവമുണ്ട്. ഏതാണെന്നറിയില്ല? അള്ളാഹ് പൊറുക്കാത്ത ഒരു പാവമുണ്ട്. ഏത് പാവ? അള്ളാഹ്ക്ക് പൊറുക്കാൻ പറ്റാത്തൊരു പാവമുണ്ട്. ഏതെന്നറിയോ? നീ ഒരു പാപം ചെയ്തിട്ട് കഅബാലയത്തിൽ വർഷാവർഷം പോകാറുണ്ട്. എന്തിനാ പൈസ മുടക്കി പോണേ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. എന്തിനാ പോണേ? എന്തിനാ നീ പോകുന്നേ? അവിടെ പോയി നീ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ചു മുത്തിയിരുന്നാലും നിന്റെ പാപം അല്ലാഹ് പൊറുക്കില്ല. അതേത് പാപമെന്നറിയോ? അതേത് പാപമാ? നാട്ടുകാരുടെ ഇറച്ചി തിന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ നിനക്ക്, അസൂയ. എടാ, നാട്ടുകാരെ കുറിച്ച് ഈ വഅദ് പറയുന്ന എന്നെ കുറിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് നീ കഅബാലയത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിന്റെ പാപം പൊറുക്കണമെങ്കിൽ എന്റെ മുന്നിൽ തന്നെ നീ വരണം.
നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച്, ഈ സദസ്സിരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പ്രസിഡന്റോ ഇരിക്കുന്ന ഉസ്താദന്മാരോ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു പരത്തി ഇവരെ നാണം കെടുത്തിയിട്ട് ഞാൻ അല്ലാ പുറത്ത് എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വന്നിരിക്കണ പ്രസിഡന്റിന്റെ കൈ തന്നെ പിടിക്കണം. കാക്ക, നിങ്ങളുടെ ഇറച്ചി കുറച്ച് തിന്നിട്ടുണ്ട്, പൊരുത്തപ്പെട്ടതാ. ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. മനുഷ്യനുമുള്ളത് ഞങ്ങൾ തന്നെ തീർക്കണം. അള്ളാഹും അടിമയും തമ്മിലുള്ളത് അള്ളാഹു ഗഫൂറ പുറത്തു തരും. അതാണ് വിഷയം. അതാണത് ഗൗരവത്തിൽ തന്നെ പറയുന്നത്. കാരണം നിസ്സാരമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അടിമയും തമ്മിലുള്ളത് അടിമയും തന്നെ തീർക്കണം. മനുഷ്യനുമുള്ളത് മനുഷ്യൻ പൊരുത്തപ്പെടണം. അതുകൊണ്ട് ആ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദന്മാര് പറയുന്നത്, മനുഷ്യനാ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്ക്, നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇതിന്റെ സഹോദരങ്ങളെ, എന്ത് കാര്യമുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ പറയരുത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വാർത്തകൾ വരുന്ന കാലമാ. കാള പറ്റൂ, ഉടനെ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിന്തിക്കുന്ന, കാള പ്രസവിക്കത്തില്ലല്ലോ, അപ്പോഴാണ് ചിന്തിക്കണം.